ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 5 പ്രവർത്തകർ കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു ഹമാസ്. ഒരു ഖത്തർ സൈനികൻ കൊല്ലപ്പെട്ടതായി ഖത്തറും അറിയിച്ചിട്ടുണ്ട്. ആക്രമണം നേരത്തെ അറിയിച്ചിരുന്നുവെന്ന് അമേരിക്കയുടെ വാദം പക്ഷേ ഖത്തർ തള്ളിക്കളയുകയാണ്. ആക്രമിക്കാനുള്ള തീരുമാനം ഇസ്രായേലിന്റേത് മാത്രമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു. ഇസ്രായേൽ ആക്രമണത്തിനെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. തിരിച്ചടിക്കാൻ അവകാശമുണ്ടെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞു. ഖത്തർ എടുക്കുന്ന ഏതു തീരുമാനത്തിനും ഒപ്പമുണ്ടാകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി BK സുഹൈൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നിന്നോടൊപ്പം ചേരുന്നു. സുഹൈൽ, ഈ ആക്രമണത്തിന്റെ 2ാം ദിനം ഏതൊക്കെ തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഈ കാര്യത്തിൽ സംഭവിക്കുന്നുണ്ട്? ഖത്തറിന്റെ ഈ കാര്യത്തിലുള്ള മറുപടിയുടെ ഒരു സ്വഭാവം നമുക്ക് എങ്ങനെയാണ് വായിക്കാൻ കഴിയുക? ഇഷാദ്, ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ ഒരു വിവരം എന്ന് പറയുന്നത് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ ആക്രമണം നടക്കുന്നതിന്റെ തൊട്ട് മുമ്പ് മാത്രമാണ്, മിനിറ്റുകൾ മുമ്പ് മാത്രമാണ് ഇസ്രായേൽ ഈ വിഷയം അമേരിക്കയെ അറിയിച്ചത് എന്നാണ് വാൾ സ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നു. ആ മിനിറ്റുകൾക്ക് ഒന്നാമത്തെ ആക്രമണം നടന്ന് രണ്ടാമത്തെ ഒരു ആക്രമണം നടക്കുന്ന ആ ഇടയിൽ മാത്രമാണ് അമേരിക്ക ഖത്തറിനെയും ആ വിവരം അറിയിച്ചത് എന്നിപ്പോൾ പറയുന്നു. ഇതെല്ലാം കൂട്ടി വായിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ആക്രമണം മുൻകൂട്ടി ഇസ്രായേലിനുള്ളിൽ മാത്രം അത് ഒതുങ്ങി നിൽക്കുകയും പിന്നീട് അത് അമേരിക്കയെ അറിയിച്ചു എന്നൊക്കെയാണ് വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നത്. ഒപ്പം ആ ഒരു ലേഖനം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. നിലവിലെ ഈ ആക്രമണത്തിന് ചില ഇന്റലിജൻസ് വിവരങ്ങൾ പല ആളുകൾക്കും, തുർക്കിക്കും അതേപോലെ തന്നെ ഈജിപ്തിനും ലഭിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ ഈ ഹമാസിന്റെ നേതൃത്വം അവർ സുരക്ഷയിൽ നിൽക്കണമെന്നും ഇത്തരമൊരു സ്ട്രൈക്കിനെ കരുതിയിരിക്കണമെന്നും ഹമാസിന്റെ മേധാവികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് കൂടി ഇപ്പോൾ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഖത്തർ ഇനി എന്ത് നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും പെട്ടെന്നുള്ള ഒരു ആക്ഷനിലേക്ക് ഖത്തറോ അല്ലെങ്കിൽ GCC രാഷ്ട്രങ്ങളൊന്നും പോകില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തിരിച്ചടിക്കാനുള്ള അവകാശം എന്നൊക്കെ പറയുന്നുവെങ്കിലും നേരിട്ടുള്ള ഒരു അറ്റാക്കിലേക്ക്, ഇസ്രായേലും ഖത്തറും തമ്മിലുള്ള ഒരു അറ്റാക്കിലേക്കൊന്നും പോകാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. ഇനി നയതന്ത്ര നീക്കങ്ങൾ തന്നെയാണ് പ്രധാനം. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഖ്യം രൂപപ്പെടുന്നതിനെ കുറിച്ചാണ്. നമുക്കറിയാം, സൗദിയും അതേപോലെ തന്നെ UAEയും ഖത്തറിനോടും ചൈനയോടും റഷ്യയോടും അത്ര ഖത്തർ അടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം. ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ പെട്രോ ഡോളറിൻ്റെ ഒരു സ്വാധീനമാണ്. ഈ പെട്രോളിൻ്റെ അല്ലെങ്കിൽ അസംസ്കൃത എണ്ണയുടെ വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്നത് അത് ഡോളറിലാണ്. ആ ഡോളറിൽ നിന്നുള്ളൊരു ചേഞ്ച്, അതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ചൈനയും റഷ്യയും മുന്നോട്ട് വയ്ക്കും. അതിൻ്റെ കൂടെ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അത് വലിയൊരു മാറ്റമായി തന്നെ സംഭവിക്കും. അത് അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാകും. ആ രൂപത്തിലുള്ള സാമ്പത്തികവും നയതന്ത്രപരവുമായിട്ടുള്ള തിരിച്ചടികൾ അമേരിക്കയ്ക്ക് നൽകുക അല്ലെങ്കിൽ ആ ഒരു ഭീഷണി മുഴക്കുക എന്നതായിരിക്കും GCC രാഷ്ട്രങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന ട്രില്യൺ കണക്കിന് ഡോളർ പദ്ധതികളുണ്ട്. ആ പദ്ധതികളിൽ നിന്ന് പിൻവാങ്ങിയാലും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. ആ തരത്തിലൊക്കെയുള്ള ആലോചനകൾ എന്തെങ്കിലും ഉണ്ടാകുമോ? GCC രാഷ്ട്രങ്ങൾ ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു മൂവ്മെന്റ് ഈ വിഷയത്തിൽ ഉണ്ടാകുമോ എന്നതെല്ലാം നമുക്കറിയേണ്ടതുണ്ട്. ആ സമയത്ത് തന്നെയാണ് UN സെക്യൂരിറ്റി കൗൺസിൽ അവിടെ അമേരിക്കയിൽ ചേരാനിരിക്കുന്നത്. ഈ സെക്യൂരിറ്റി കൗൺസിലിൽ എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാട് സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ കൂടെ തന്നെ ആകും. പക്ഷേ അവിടെ ഇസ്രായേലിനെതിരായിട്ടുള്ള ലോകത്തിൻ്റെ ഒരു വലിയ വികാരം സെക്യൂരിറ്റി കൗൺസിലിലെ മിക്ക രാജ്യങ്ങൾക്കും അത് എടുക്കേണ്ടി വരും. ഇപ്പോൾ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ കടുത്ത ഭാഷയിൽ സംസാരിക്കുന്നു. അതിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഉണ്ട്. ജർമ്മനിക്കും ശക്തമായ രൂപത്തിൽ സംസാരിക്കേണ്ടി വരുന്നു. അതേപോലെ കാനഡ അതിശക്തമായി ഇസ്രായേലിനെതിരെ സംസാരിക്കുന്നപ്പോൾ ഒരു പരമാധികാര രാഷ്ട്രത്തിനു മുകളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണമായി തന്നെ ഇതിനെ ലോകരാജ്യങ്ങളെല്ലാം കാണുകയാണ്. അത് കുറച്ചുകൂടി വികസിക്കുകയും ലോകത്തിൻ്റെ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ഉയരുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അത്തരം പ്രതിഷേധങ്ങളെയും ആ തരത്തിലുള്ള സംഭവങ്ങളെയും ഒന്നും അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത്. അതിന് സംഭവിക്കുന്ന മറ്റൊരു വീഴ്ച എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു, മുമ്പ് ഇസ്രായേൽ ഉണ്ടാകുന്ന ഒരു ജനപ്രീതിയും അതേപോലെ തന്നെ പ്രൊപ്പഗൻഡ വിജയവും അതിപ്പോൾ ഞങ്ങൾ കാണുന്നില്ല എന്ന് ട്രംപ് പരിഭവിക്കുന്നത് നമ്മൾ കണ്ടു. US കോൺഗ്രസിലടക്കം കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് ഇസ്രായേൽ ലോബിയായിരുന്നു. പക്ഷേ ആ ലോബിക്ക് ശക്തി ഇന്ന് പോരാ എന്ന് പറയുന്നത് അത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ലോകത്തിൻ്റെ മനസ്സാക്ഷി അത് ഇന്ന് ഇസ്രായേലിനെതിരാണ്. അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഭവമായി ഖത്തറിനെതിരെയുള്ള ആക്രമണം മാറിയിരിക്കുന്നു. ഇവർ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കും, അതിന് പ്രത്യേക കാരണങ്ങൾ വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്.
അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ വലിയ പ്രതിഷേധം ആഞ്ഞടിക്കുന്നു.